ഹലോ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമുക്കൊരു ചെടി കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ടെറസിൻ്റെ മുകളിൽ പോയപ്പോൾ അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ അതിൻ്റെ ഒരു കുഞ്ഞു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. ഒരു ചെറിയൊരു വീഡിയോ ആണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എന്നെ ആരെങ്കിലും ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും നമ്മുടെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും മറക്കരുത്. വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ എനിക്ക് കിട്ടിയ ചെടിയാണ് ഇതോ കാണുന്നത്. ചോറ് കഴിക്കാൻ ചമ്മണം പൂട്ടിയിരിക്കണില്ലേ, ഇതുപോലെയാണ് ഇരുന്ന് ചെടിയൊക്കെ ഇരുന്ന് വൃത്തിക്ക് നടുന്നത്. ആ കുഞ്ഞ് കറുത്ത ചെടിച്ചട്ടിയിലേക്കാണ് മാറ്റാനുള്ള പ്ലാന്. അതിൽ നിന്ന് മണ്ണെന്നും പറഞ്ഞ് കുടഞ്ഞെടുത്തപ്പോഴായിരുന്നു യമണ്ടൻ വേര് കൂടെ അന്നൂസും ഉണ്ട് വീഡിയോയ്ക്ക്. കുറേ വാഴയിലൊക്കെ കൊണ്ടുവരുന്നുണ്ടായിരുന്നു ഇടയ്ക്ക്. ഇതായി എൻ്റെ കയ്യിലിരിക്കുന്നില്ലേ, ഈ മാതളത്തിൻ്റെ ചെടിയാണ് നമുക്ക് കിട്ടിയത്. നമ്മൾ നട്ടതൊന്നുമല്ല, തനിയെ പൊടിച്ചതാണ്. ആ കീറി പറഞ്ഞ ഒരു കവറിലാണ് അത് നിന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഇനി നട്ടില്ലെങ്കിൽ അത് നമുക്ക് പോവും. അതുകൊണ്ടാണ് പയ്യെ വേര് പൊട്ടാതെ വേണം നമുക്കിതിനെ ഇളക്കിയെടുക്കാൻ. ഇതാ വേരൊക്കെ നല്ല വലുതായി നിൽപ്പുണ്ട്. ഇനിയും മാറ്റി നട്ടില്ലെങ്കിൽ നമുക്ക് ഈ ചെടി പട്ടുപോകും. പിന്നെ എനിക്ക് എന്നെ സംശയം, ഞാൻ എടുത്ത ചെടിച്ചട്ടിയിൽ ഈ ഒരു മാതളത്തിൻ്റെ മൂട് കൊള്ളുമെന്ന്. എന്ത് ചെയ്യുന്നതിന് മുമ്പ് ഒരാൾ അഭിപ്രായം ചോദിക്കുന്നത് നന്നല്ലേ. അത് കഴിഞ്ഞ ശേഷം ഇതാ ഈ കാണുന്ന പുർത്തിയെ കണ്ടോ, പൈനാപ്പിളിൻ്റെ ചെടിയാണ്. നമ്മളുടെ പുർത്തി എന്ന് പറയുന്നതുകൊണ്ട് എനിക്കതേ വായിൽ വരുള്ളൂ, അതുകൊണ്ടാണ്. ഇതാ ഇതും നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ച പുർത്തിച്ചക്കയുടെ മണ്ടയിലിരിക്കില്ലേ, അത് നട്ട് പൊടിപ്പിച്ചെടുത്തതാണ്. പിന്നെ ഈ കാണുന്ന കുഞ്ഞൻ ബീട്രൂട്ട് ഞാൻ മുമ്പൊരു വീഡിയോയിൽ ഷോർട്ട് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ കുഞ്ഞു കുഞ്ഞു കൃഷികളാണ് കേട്ടോ. ഇടയ്ക്ക് ഇളക്കി നട്ട കറിവേപ്പിൻ തൈയാണ്. ഈ അമ്പിളും ഇടയ്ക്കിടയ്ക്ക് ഡെക്കറേഷൻ ചെയ്ത് എലി കരണ്ടോലെ ആക്കി വയ്ക്കുന്നതാണ്. നിങ്ങൾ വിചാരിക്കും ഈ കൊച്ചിന് ഈ കാടൊക്കെ ഒന്ന് പറിച്ചു കൊടുത്തൂടെ എന്ന്. വേറൊന്നും കൊണ്ടല്ല, ഇതിൽ നിൽക്കുന്ന കൂടുതൽ ഔഷധ സസ്യങ്ങളാണ്. ഉഴിഞ്ഞ, കീഴാർ നെല്ലി, ഇതൊക്കെ നമ്മൾ എണ്ണ കാച്ചാൽ എടുക്കുന്നതുകൊണ്ട് തന്നെ ആ സമയത്തേ എടുക്കാറുള്ളൂ. അതിനെയൊക്കെ നോക്കിയിട്ട് വന്നപ്പോഴാണ് റജമ്മ നട്ട നെല്ലിയിൽ ശീമനെല്ലി എന്നാണ് കേട്ടോ ഇവിടെ പറയുന്നത്. അതിൽ 4-5 നെല്ലിക്ക നിൽപ്പുണ്ടായിരുന്നു. ചേട്ടായിയുടെ അടുത്ത് ഒന്ന് അടർത്തി തരാൻ പറഞ്ഞപ്പോൾ പറയാം പരുവായില്ല, വിളഞ്ഞിട്ടില്ലെന്ന്. പിന്നെ വിളഞ്ഞിട്ട് അടക്കാന്നുള്ളതിൽ നമ്മൾ ഇഞ്ഞു വന്നു. പിന്നെ ഞങ്ങൾ ആ നേരത്തെ എടുത്ത മാതളമില്ലേ, മാതളത്തിൻ്റെ തൈ മണ്ണിൽ നടാനുള്ള പ്ലാനിലെത്തി. അവസാനം എന്താ അതിനുള്ള കുഴി എടുക്കുന്നതാണ്. വലുതാവുമോ എന്നൊന്നും അറിഞ്ഞൂടാ. 3-4 മൂട് നമുക്കിങ്ങനെ തനിയെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ആദ്യത്തെ തവണ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി ഇളക്കി നട്ട് അതങ്ങ് പോയി. എന്തായാലും ഇതാ ഇവിടെ നട്ടു വച്ചിട്ടുണ്ട്. കിട്ടിയ നമ്മുടെ വീട്ടിൽ ഒരു മാതളം തനിയെ പൊടിച്ചെന്നുള്ളൊരു സമാധാനം. നമ്മളിങ്ങനെ മരുന്നൊന്നും അടിക്കാത്ത ഔഷധമാണുള്ളത്, വീട്ടിൽ തന്നെ ചെയ്യാമെന്നുള്ള ഒരിതിലാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ മറക്കരുത്. മറ്റേ വീഡിയോ കാണാൻ. ബൈ.